കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജിലെ ബലാത്സംഗ കൊലപാതക കേസിലെ വിധിക്കെതിരെ കുടുംബവും സർക്കാരും ഹൈക്കോടതിയിലേക്ക്. പ്രതി സഞ്ജയ് റോയ്ക്ക് വധശിക്ഷ നൽകണമെന്നാവശ്യപ്പെട്ടാണ് അപ്പീൽ നൽകുക. കോടതി വിധിയിൽ പോലീസിനെതിരായ കടുത്ത വിമർശനങ്ങളുള്ളത് മമതാ സർക്കാരിനെതിരെ ആയുധമാക്കുകയാണ് പ്രതിപക്ഷം. ആർ രാഗേഷ് നാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി. രാഗേഷ്, നമ്മൾ ഇന്നലെ സംസാരിക്കുമ്പോൾ പറഞ്ഞിരുന്നു ഈ വിധി ഒരുപക്ഷെ മമതാ സർക്കാരിന് കൂടി വളരെ നിർണായകമാണെന്ന്. അത് ഈ കേസിന്റെ അന്വേഷണത്തിലുടനീളം പോലീസിനുണ്ടായ വീഴ്ചകളൊക്കെ ചൂണ്ടിക്കാണിച്ച് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് ആ തരത്തിലൊരു വിധി കൂടി കോടതിയിൽ നിന്ന് ആ തരത്തിലൊരു വിധി കൂടി വരുമ്പോൾ അതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്നലത്തെ ദിവസം നമ്മളൊരു വധശിക്ഷയെക്കുറിച്ച് ചർച്ചകൾ ചെയ്യുമ്പോഴാണ് അതിക്രൂരമായി നടന്നൊരു കൊലപാതകത്തിന് ജീവപര്യന്തം എന്ന ശിക്ഷ ഒരാളുടെ മനോനില മാറ്റുന്നതിനുള്ള അവസരം കൊടുക്കണമെന്ന ഒരു നിരീക്ഷണത്തോടെ കോടതി പറയുന്നത്. കുടുംബം എങ്ങനെയാണ് ആ വിധിയെ കാണുന്നത്? ശ്രീജ, ഇന്നലെയാണ് ഏതായാലും കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജിലെ ബലാത്സംഗ കൊലപാതകത്തിൽ സിയാൽദ കോടതിയുടെ വിധി വന്നിരിക്കുന്നത്. അപൂർവങ്ങളിൽ അപൂർവമായി കേസായി ഇതിനെ പരിഗണിക്കാൻ കഴിയില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പ്രതി സഞ്ജയ് റോയ്ക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചത്. കോടതി വിധിന്യായത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, ബച്ചൻ സിംഗ് കേസിൽ വധശിക്ഷ നടപ്പാക്കുന്നത് സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ വ്യക്തമായി പറയുന്നുണ്ട്. അതുമായി കണക്കാക്കുമ്പോൾ ഈ കേസിനെ അപൂർവങ്ങളിൽ അപൂർവമായി കണക്കാക്കാൻ കഴിയില്ല എന്നാണ് വിധിന്യായത്തിൽ ജഡ്ജി വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് അസാധാരണ സാഹചര്യങ്ങളിൽ, സന്ദർഭങ്ങളിൽ മാത്രമേ അപൂർവങ്ങളിൽ അപൂർവമായ കേസായി പരിഗണിക്കാൻ സാധിക്കൂ. മാത്രവുമല്ല, പൊതുസമൂഹത്തിന്റെ വികാരത്തിനനുസരിച്ചല്ല കോടതികൾ, ജഡ്ജിമാർ പ്രവർത്തിക്കേണ്ടത്. നീതിന്യായ വ്യവസ്ഥ ആ സമ്പ്രദായം ഉയർത്തിപ്പിടിക്കുകയാണ് വേണ്ടത് എന്നാണ് വിധിന്യായത്തിൽ പറയുന്നത്. അതായത് അപൂർവങ്ങളിൽ അപൂർവമായ കേസായി ഇതിനെ പരിഗണിക്കാൻ കഴിയില്ല എന്ന് വിധിന്യായത്തിൽ വ്യക്തമായി പറയുന്നു. ഒപ്പം തന്നെ കടുത്ത വിമർശനം മെഡിക്കൽ കോളേജ് അധികൃതർക്കും ഒപ്പം തന്നെ പോലീസിനെതിരെയും വിധിന്യായത്തിൽ പറയുന്നുണ്ട്. അതായത് ഈ സംഭവം നടക്കുന്നത് പുലർച്ചെയാണ്, പെൺകുട്ടി കൊല്ലപ്പെടുന്നത് പുലർച്ചെയാണ്. പക്ഷേ ഇത് പോലീസ് എഫ്ഐആർ എടുക്കാൻ തയ്യാറായത് അന്ന് ആ സംഭവം നടന്ന ഏതാണ്ട് 24 മണിക്കൂർ പിന്നീട് അർദ്ധരാത്രി മാത്രമാണ് എന്നാണ് വിധിന്യായത്തിൽ പറയുന്നത്. മെഡിക്കൽ കോളേജ് അധികൃതരാകട്ടെ ചിലരെ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്ന വിമർശനം കൂടി നടക്കുന്നുണ്ട്. അതാണ് സർക്കാരിനെ വലിയ തോതിൽ പ്രതിരോധത്തിലാക്കുന്നത്. കാരണം കുടുംബത്തിന്റെ ആദ്യഘട്ടത്തിലുള്ള ആരോപണം എന്ന് പറയുന്നത് പോലീസ് അന്വേഷണത്തിൽ വലിയ വീഴ്ച ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായി എന്നുള്ളതാണ്. CBIക്കെതിരെ അവർക്ക് പരാതി ഉണ്ടെങ്കിൽ പോലും പോലീസ് അന്വേഷണത്തിലെ വീഴ്ചയാണ് ഈ കേസ് തന്നെ ഇപ്പോൾ ജീവപര്യന്തം ശിക്ഷയിൽ ഒതുങ്ങാനുള്ള കാരണമെന്ന് കുടുംബം വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും മമതാ ബാനർജി ഇതിനെ CBIയുടെ വീഴ്ചയായി ഉയർത്തിക്കാട്ടുകയാണ്. കാരണം മമതാ ബാനർജി ഇന്നലെ ആദ്യം വധശിക്ഷ ലഭിക്കുമെന്ന് പ്രതികരിച്ചിരുന്നു. ഇതിനുശേഷം പ്രതികരിച്ചത് ഞങ്ങൾ പോലീസാണ് അന്വേഷിച്ചിരുന്നെങ്കിൽ ഇത് വധശിക്ഷ തന്നെ നൽകുമെന്നായിരുന്നു. സമാനമായ രീതിയിലുള്ള പ്രതികരണം തന്നെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലും മമതാ ബാനർജി നടത്തിയിരിക്കുന്നത്. അവര് ട്വിറ്ററിൽ സൂചിപ്പിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ഇത് പോലീസല്ല ഈ കേസ് അന്വേഷിച്ചിരുന്നത്, CBI ആണ്. ഞങ്ങളാണ് ഈ കേസ് നടത്തിയിരുന്നെങ്കിൽ ഉറപ്പായും വധശിക്ഷ തന്നെ വാങ്ങി നൽകുമെന്നായിരുന്നു. ഏതായാലും ഈ വിധി ഉണ്ടാക്കാൻ പോകുന്ന രാഷ്ട്രീയമായ പ്രത്യാഘാതം കൂടി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് മമതാ ബാനർജിയുടെ ഇത്തരത്തിലുള്ള നീക്കം. ഏതായാലും പോലീസിനെതിരായ വിമർശനങ്ങൾ സ്വാഭാവികമായും പ്രതിപക്ഷം വലിയ രീതിയിൽ ആയുധമാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അത്തരം കടുത്ത വിമർശനങ്ങൾ ഈ വിധിയിൽ ജഡ്ജി വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ശ്രീജ. ശരി, ആർ രാഗേഷാണ് വിവരങ്ങൾ നൽകിയത് നാഷണൽ ഡെസ്കിൽ നിന്ന്.